കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. പിന്നെ ശബരിമല ശാസ്താവിന്റെ ഒരു കഥയുണ്ട്. ശാസ്താവിനോട് വിവാഹകാര്യം പറഞ്ഞ മാളികപ്പുറത്ത് അമ്മയോട് ശാസ്താവ് പറഞ്ഞത്, കന്നിക്കാരില്ലാത്ത ഏതെങ്കിലും ഒരു മണ്ഡലകാലം വരികയാണെങ്കിൽ വിവാഹം കഴിച്ചോളാം എന്നാ. അതൊരിക്കലും സംഭവിക്കില്ല എന്ന് ഭഗവാൻ അറിയാം. പ്രശ്നങ്ങളില്ലാത്തൊരു സമയം നോക്കി നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കഥയൊന്നും മനസ്സിൽ ഓർക്കുന്നത് നല്ലതാ. വിഷ്ണുട്ടം പൊയ്ക്കോ, ഇല്ലെങ്കിൽ ഇനി അമ്മയുടെ ചോദ്യങ്ങൾ കൂടി മറുപടി പറയേണ്ടി വരും. അത് പരിഹരിക്കാനുള്ള ഓട്ടത്തിൽ ഞാൻ ശാലിനെ ബോധപൂർവം മറക്കുന്നതല്ല, ബോധപൂർവം മറക്കപ്പെടുന്നു. അതെന്റെ തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിലും ശാലിനിയുടെ കാഴ്ചപ്പാടിലത് തെറ്റ് തന്നെയാ. മക്കളെ കിട്ടി, പക്ഷെ അമ്മയുടെ മുമ്പിൽ സ്വന്തം മക്കളാണെന്ന് പറഞ്ഞ് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോഴും അമ്മയ്ക്ക് മുമ്പിൽ പപ്പി രോഹിത്തിന്റെ ശ്യാമയുടെ മകളാ. പപ്പിക്ക് പോലും അറിയില്ല ഞാനും ശാലിനിയാണ് പപ്പിയുടെ അച്ഛനും അമ്മയെന്ന്. സത്യം മോളായിട്ട് കിട്ടി, പക്ഷെ സത്യക്ക് അറിയില്ലല്ലോ ഞാൻ അവളുടെ അച്ഛനാണെന്ന്. ഞാൻ എന്തൊക്കെ സ്നേഹം കാണിച്ചാലും അത് അവളുടെ ബിഗ് ഫ്രണ്ട് കാണിക്കുന്ന സ്നേഹമായിട്ടല്ലേ അവൾക്ക് തോന്നും. അച്ഛനും മോളും കൂടി ഇവിടെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? മോളെ ഒഴിഞ്ഞു വാ, അച്ഛനെ ഇനി വിട്ടേക്ക്, സത്യമ തിരക്കും. എന്റെ മക്കൾക്ക് അച്ഛന്ന് ഉറക്കെ വിളിക്കാൻ പോലും പേടിക്കേണ്ട അവസ്ഥയാ. മറ്റുള്ളവർക്ക് മുമ്പിൽ സ്വന്തം മക്കളൊന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കിടാനാവാത്ത ഒരവസ്ഥ. താൻ പറഞ്ഞത് ശരിയാ. എന്റെ ജീവിതം ഞാനായിട്ട് തന്നെ ഇല്ലണ്ടാക്കി. വിഷ്ണുട്ട, അങ്ങനെയല്ല. നമ്മുടെ ജീവിതം ഈ രീതിയിലായി പോയതിന് വിഷ്ണുട്ടൻ മാത്രമല്ല കുറ്റക്കാരൻ. ഞാനും എന്റെ കുടുംബവും എല്ലാവരും ഉണ്ട്. പല സത്യങ്ങളും നമ്മൾ പലർക്കും വേണ്ടി മറച്ചു വെക്കേണ്ടി വന്നു. പകരം നമുക്ക് കൊടുക്കേണ്ടി വന്നത് നമ്മുടെ ജീവിതം തന്നെ. ഇപ്പൊ സത്യമെല്ലാം വിഷ്ണുവിനെ മനസ്സിലായില്ലേ? ഇനിയെങ്കിലും പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും നമുക്ക് മുന്നോട്ട് പോകാൻ കരുത്. അങ്ങനെ സമാധാനിക്ക്. അതിനൊരു കാര്യം കൂടി വേണം. എന്താ? ഇങ്ങനെ നിന്നാലേ താൻ നേരത്തെ പറഞ്ഞ വാചകത്തിന് പ്രസക്തിയുള്ളൂ. എന്നെങ്കിലും നമ്മൾ സ്നേഹിച്ചും സന്തോഷിച്ചും മുന്നോട്ട് പോകും. ഉറപ്പാ. ശാരദാമ്മേ, ഇത് ബിഗ് ഫ്രണ്ട് അല്ല, എന്റെ അച്ഛനാ. ആണോ? മോൾക്കിപ്പോ സന്തോഷായില്ലേ? ആയി, ഒരുപാട് സന്തോഷായി.
ഒരുമിച്ച് ഇവിടെയാ കിടക്കുന്നത്. അമ്മയോ? ആ ചേച്ചിയമ്മ. ഓ അങ്ങനെ. പപ്പിക്ക് എന്റെ അമ്മയുടെ കൂടെ കിടക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ അമ്മ നല്ല കഥകളൊക്കെ പറഞ്ഞു തരും, പിന്നെ പാട്ട് പാടിത്തരും, ഇല്ലേ അമ്മേ? അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇന്നമ്മ ഒരുപാട് ടയേർഡാ. അതുകൊണ്ട് കഥയൊക്കെ പിന്നൊരു ദിവസം ആവാം. പക്ഷെ അപ്പൊ പപ്പി ഉണ്ടാവില്ലല്ലോ. അമ്മ എന്തിനാ ചേച്ചിയമ്മ എന്നെ വഴക്ക് പറഞ്ഞത്? ഞാൻ അമ്മയോടൊപ്പം കിടക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് തന്നെ. എന്നിട്ട് അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? മോളെ, അത് അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ടല്ലേ. 2 ദിവസം കഴിയുമ്പോ എല്ലാം മാറും. അപ്പൊ അമ്മ മോളെ കെട്ടിപ്പിടിച്ച് ഇപ്പൊ ഈ കാണിക്കുന്നതിനൊക്കെ സങ്കടപ്പെടും. എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത് ചേച്ചിയമ്മ? അത് അച്ഛനുമായിട്ട് അമ്മ വഴക്കിട്ടില്ലേ, അതിന്റെ ഒരു ദേഷ്യ. അത് ഇന്നോ നാളെയോ ആയിട്ടൊക്കെ അങ്ങ് മാറും. ഈയിടെയായിട്ട് അമ്മയ്ക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല. എന്ത് ചോദിച്ചാലും വഴക്കിടും, എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടും. എന്നെ എന്താ എന്റെ അമ്മ പ്രസവിച്ചതല്ലേ? പറ ചേച്ചിയമ്മ. ചേച്ചിയമ്മയ്ക്ക് സത്യോട് എന്ത് സ്നേഹ. കാണുമ്പോ എനിക്ക് കൊതിയാവുക.